White. We are white. റിയൽ ലൈഫിലല്ല ബട്ട് ഇൻ Knight ചെസ്. c6. So I guess not much. b5. Just d6. Bishop e6. then attack ചെയ്യാൻ നോക്കിയിരുന്നു but we defended with Knight a5. double attack. We need to double defend. എങ്ങനെ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇത് നീക്കിയാൽ മതി. ഇത് വേണ്ട ഒരു പോണലിട്ട ഇതിനെ വെറുതെ പോണ കൊടുക്കാം. Knight takes c4. Knight f6. എടുക്കേണ്ടിന്ന് attack ചെയ്യണം but no props. Let me just pin it. h6. g5. ഒന്നിനെ മൂവ് ചെയ്താ നമ്മൾ ഇതിനെ മൂവ് c6. വാട്ട് ഈസ് പ്രോ ഡൂയിങ്? എന്തെങ്കിലും ഒന്ന് എനിക്കായിട്ട് വെച്ചിക്കണോ? ഞാൻ കാണാത്തുണ്ടോ? ഇതിനാണ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല, ഇത് പ്രൊട്ടക്റ്റഡ് ആണല്ലേ. എന്തൊക്കെ എടുക്കാൻ പറ്റും? ഇതിൻ്റെ ഉദ്ദേശം എന്താണാവോ? ഇതിനാണ്ട് പോകാൻ പറ്റുമോ? അവർക്ക് കൺട്രോളില്ല. ഓ ഞാൻ എൻ്റെ ഇതിനെ നല്ല പ്രശ്നത്തേക്കാണ് നീക്കണത്. g4. Shit. I am trapped if I take. എന്താ ചെയ്യുക? പെട്ടല്ലോ, നീ പെട്ടല്ലോ. ഇങ്ങോട്ട് ടെക്നിക്കലി നീക്കാം, പക്ഷെ അപ്പോൾ എന്താ ചെയ്യുക? ചോയ്സ് റുക്കൊണ്ട് എടുക്കാൻ പറ്റൂല അല്ലേ? ഞാൻ അപ്പോഴാണ് കണ്ടതുകൊണ്ട് ബിഷപ്പ് ഉണ്ട് അവിടെ. Bishop e7. ഞാൻ അതുകൊണ്ട് എടുത്തു. കീപ്പാഡിന് മുകളിലായി. ഞാൻ എങ്ങോട്ടെ ക്യാൻസൽ ചെയ്യാം? ഒരു പുറത്തല്ലാത്ത കളിയായി. ഇതെന്താ ഇങ്ങനെ ഒരു പൊസിഷൻ? ഓക്കെ ഈക്വൽ ആണല്ലോ. ഞാൻ എന്തിനാണ് നീക്കിയാലോ? ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. നൈറ്റിന് പ്രൊട്ടക്ഷൻ അടാ. നല്ലൊരു അറ്റാക്ക് കൊടുത്തു. ഞാൻ എന്താട്ട് ഇങ്ങോട്ട് നീക്കാൻ പറ്റൂല, പക്ഷേ ഇങ്ങോട്ട് നീക്കിയാൽ ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഓനെടുത്താൽ ഞാൻ ഓനെ നൈറ്റിന് എടുക്കും. അതൊരു പ്രശ്നം തന്നെയാണ്. ഓൻ്റെ നൈറ്റ് എടുക്കണമെങ്കിൽ ഞാൻ എന്താട്ടാ ക്യാൻസൽ ചെയ്യാനായിരുന്നു ആഗ്രഹം. എൻ്റെ റുക്കല്ലേ പോണത്? എന്തിന് പൊട്ടനടാ ഞാൻ ഇത് ചെയ്യണം, അല്ലാതെ എന്താ? എന്തൊരു മന്ദനാണ് ഗായ്സേ, ഇത് നടക്കില്ലടാ. ഷിറ്റ്, ഞാൻ എന്നെ തന്നെ എല്ലാത്തിലും പെടുത്തും. അതാണ് എൻ്റെ പ്രത്യേകത. അറ്റാക്ക് ചെയ്യാം. Bishop takes b1. ഇതുകൊണ്ട് എടുക്കാൻ നല്ലത്, നൈറ്റ് കൊണ്ട് എടുക്കാൻ നല്ലത്. ഇതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പോണുണ്ട് സ്ട്രക്ചർ ആകെ പോയി. ഞങ്ങൾക്ക് അതിനെടുത്തൂടെ? അതിനെടുത്താൽ എന്താ വരിക? റുക്ക് എന്താ അത്ര ബേസിക് ആയിട്ടുള്ള സാധനം കാണാതിരിക്കണേ? ഇതിന് ഇതിനെ ഇങ്ങോട്ട് നീക്കാലോ, ഇങ്ങോട്ട് നീക്കാലോ. ചേട്ടാ അവനൊന്ന് ബ്ലണ്ടർ ചെയ്തേക്ക്, അല്ലേ ഞാൻ ആകെ പെടും കേട്ടോ. നല്ലൊരു ഇതിനെങ്ങനെയെങ്കിലും അറ്റാക്ക് ഇങ്ങോട്ട് നീക്കിയാൽ. പക്ഷേ എനിക്ക് ഇങ്ങോട്ട് നീക്കാൻ പറ്റൂല. ഞാൻ ബ്ലണ്ടർ ചെയ്യേണ്ട സാധ്യത കൂടി കൂടി വരികയാണ് ഗൈസ്. ഇതിനെ നീക്കുക, ഓടുക്കുന്നു. അപ്പോൾ പിന്നെ ഇതിനാരെ പ്രൊട്ടക്ഷൻ ഡബിൾ റുക്കില്ല അല്ലേ? ഞാൻ മറക്കാണല്ലോ. ഒന്ന് നിർത്തിയെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോവാം. ശേ, ഓൺ അത്രയും ബുദ്ധിമാനാണോ? ഞാനൊന്ന് നിർത്തിയെങ്കിൽ ഞാൻ വീണ്ടും ആഗ്രഹിച്ചു പോവാണ്. ക്യാൻസൽ ചെയ്യും. അത്ര പെട്ടെന്നൊന്നുമല്ല.
ഞാൻ എടുക്കാം ഞാൻ Castle എടുക്കും. queen side. കണ്ടോ ഇനിക്ക് എന്തും ചെയ്യാലോ. ചലക്കത്തിന് അതെടുക്കുന്നു. ഇത് പോവില്ല. Bishop f4. ഇപ്പം എന്താ മിസ് ഉപയോഗിച്ചിട്ട് ഇത് എടുക്കൂല. എങ്ങനെ അവർക്ക് ഇത്ര നേരം അറിയണ്? ഇത് കള്ളക്കളിയാണ് ഗൈസ്. ഇത് കള്ളക്കളിയാണ്. ഓന് അത്രക്ക് നേരം ഞാനാണെങ്കിൽ എന്തായാലും Rook എടുക്കും. g8. ഓന് എത്രയാണ് 594? നോ വേ ഒക്കെ എങ്ങനെ നീങ്ങാറ്റ. ബിഷപ്പ് ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ഇവിടെ ഇവൻ കണ്ടോ ഒരു ഉപകാരം ഇല്ലാതിരിക്കുന്നത്. ഓൻ എന്തിനാ അറ്റാക്ക് ചെയ്യണം നോക്കടാ. എൻ്റെ ഈ ഫോണിന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെന്താ പ്രൊട്ടക്ട് ചെയ്യണത് ഇതിൻ്റെ അത്. അപ്പോൾ അത് ഇങ്ങോട്ട് വെച്ചാൽ അതിനെ ഇല്ലാതേക്കും. ഓ ഞാൻ ഇതിനെ വെച്ചല്ലോ. ഡാർക്ക് സ്ക്വയർഡ് ബിഷപ്പാണ് നമുക്കില്ലാതെ. ആകെ വലിയട്ടോ. പിന്നെ ഇപ്പം എന്തോ ചീറ്റിംഗ് ഉണ്ട്. 8 മിനിറ്റ് അത്രയും സ്പീഡിൽ എല്ലാം കാൽക്കുലേറ്റ് ഉണ്ടാവും. ഞാൻ ഒന്നും ചെയ്യാതെ ഇവിടെ നിന്നും വെറുതെ കംപ്ലൈൻറ്റ് ചെയ്യാം. ഇത് പ്രൊട്ടക്റ്റഡ് അല്ല. ഒക്കെ എങ്ങനെ അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുക? ഇങ്ങോട്ട് എൻ്റെ നൈറ്റിനെ എങ്ങോട്ടോട് പോകാൻ പറ്റുക? ഇങ്ങോട്ട് പോയിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുക. Bishop e3. റുക്കിനെ അറ്റാക്ക് ചെയ്യണം. അതല്ല ബ്ലണ്ടർ ചെയ്തില്ലേ? f5. ഇപ്പോഴാണ് എനിക്കൊരു ചാൻസ് എങ്കിലും എല്ലാം എനിക്ക് തോന്നിയത്. ഞാൻ അതുകൊണ്ട് എടുത്താൽ ഓനെ റുക്കിനെടുക്കും. ഇതുകൊണ്ട് എടുത്താൽ എൻ്റെ നൈറ്റ് കൊണ്ട് എടുത്തൂടെ? ഇനിയെങ്കിലും ഒന്ന് നേരെ ചിന്തിക്കട്ടോ പ്ലീസ്. ഒരു ടെമ്പോ കിട്ടിയതാണ്. ഓന് ഈ ഫയലിൽ നിന്ന് എങ്ങോട്ടെങ്കിലും Rook f8. അറ്റാക്ക് ചെയ്യുന്നത് കുഴപ്പമില്ല. ഐ എം ഓക്കെ. ഇനി എൻ്റെ അറ്റാക്ക് തുറത്തണം. എന്താട്ട് ഇങ്ങോട്ട് പോയാലോ? ക്വീനെ ട്രേഡ് ചെയ്താലോ? ഇതിനെടുക്കുക. ഓർത്താലും അതുകൊണ്ട് എടുക്കും. ചെക്ക് കൊടുക്കണേ. റൈറ്റ്. പിന്നെ ഓനക്ക് ഇതൊരു ഓപ്പൺ ഫയലാണ്. പക്ഷേ ഓനക്ക് 2 റുക്കും എനിക്ക് നൈറ്റേ ഉള്ളൂ. അത് പ്രശ്നം. എനിക്ക് പോണാണ് കൂടുതൽ. അതാണെങ്കിൽ ഒരു മാതിരിക്കത്ത് പോകണം. ഞാനെന്താട്ട് ടൈമില്ലേനും സെൻറ്ററിൽ നിന്ന് എന്തിനാ കളയാണ്? നീക്കം കൊടുത്താൽ ഇതിന് ഇങ്ങോട്ട് നീക്കാൻ പറ്റില്ല. ഐ ആം ഔട്ട് ഓഫ് മൂവ്സ്. ട്രേഡ് ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ 2 റുക്കൊരു സംഭവം തന്നെയാണ്. മിനിറ്റടാ. King c7. വേറെ നമുക്ക് പണിയായി. ടൈം ഇനി എനിക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. എനിക്ക് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അതിന് അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാം? ഇങ്ങനെ വരിക എന്നിട്ട് ഇങ്ങനെ വരിക. Rook d8. പ്രോയിസ് പ്ലാനിങ് സംതിങ്. അവനൊന്ന് ബ്ലഡ് ചെയ്തെങ്കിൽ ഇനിയിപ്പോൾ അങ്ങനെ എന്നിട്ടും കാര്യമില്ലല്ലോ. ഓനക്ക് എടുക്കുക കാര്യം നല്ലത്. Rook dg8. ചങ്ങ എടുക്കുന്നില്ല. Rook takes g4. Frederick, we are being cooked. ഞാൻ ഇതിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആലോചിച്ചത്. ഇങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല. എടാ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യടാ. ഓൻ്റെ ഏതാണ് പ്രൊട്ടക്ട് ആയിട്ടില്ല. അതൊന്നും ഇല്ലേ കായ്സേ? ഇതോൻ പ്രൊട്ടക്ടറാണ്. ഓൻ ഇതിലെടുത്തു. അങ്ങോട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോയി. ഇനി ഇതിന് പ്രൊട്ടക്ഷൻ ഇല്ല. ഇങ്ങോട്ട് വെച്ചാൽ നിങ്ങൾക്ക് എന്തിനാ അറ്റാക്ക് ചെയ്യാൻ നോക്കുക? ഇതിന് ഇങ്ങോട്ട് വെക്കാൻ നോക്കും. പക്ഷേ ഇതിൻ്റെ നൈറ്റിൻ്റെ പ്രൊട്ടക്റ്റ് ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവൻ്റെ റുക്കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ പോവേ. നമ്മളിങ്ങനെ പോയാൽ അവിടെ അതിനെ അറ്റാക്ക് ചെയ്യുക. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയാൽ മതി. Rook g8. അതിന് പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ. ഗായ്സേ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം. എത്ര അടിപൊളിയായി. Rook h8. അതിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഐ എം വെരി അവെയർ. King b7. ഞാൻ അങ്ങോട്ട് വെച്ചാൽ എനിക്ക് ഇങ്ങോട്ടാണ് നീങ്ങാൻ പറ്റുക. പ്രത്യേകിച്ച് പോകുന്നില്ല. King c8. ഇങ്ങോട്ട് വെക്കാം. ഇത് നമുക്ക് എടുക്കേണ്ടി വരും. ഹി വിൽ ബി ഫോഴ്സ്ഡ്. അല്ലെങ്കിൽ നമുക്ക് റുക്കനെ എടുക്കാം. Rook takes c8. ഇങ്ങോട്ട് വെക്കുക. Rook g1 check.
Rook D1. Rook F1. ഓൻ അതിൻ്റെ അടുത്താൽ കുഴപ്പമില്ല. ഒരു ഇതിനെ കിട്ടണത്. Rook takes F5. ചെക്ക് ആൻഡ് King C7. യു ആർ King B6. എസ്കേപ്പ്. ഇങ്ങോട്ട് അടുത്തൊരു കൊടുക്കുക വേണ്ട. ഇങ്ങനെ അടുത്ത് ചെക്ക് കൊടുത്താലേ കൊടുക്കും. Cannot move this 4 square. Just Take want to 5. get him. ഇങ്ങനെ എടുക്കുക. മേബി നമുക്ക് ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഞാൻ എങ്ങനെയാണോ ഒന്ന് ചിന്തിക്കടാ. ഇങ്ങോട്ട് നീക്കിയാലോ അവനെടുക്കുന്നു. ഡൗൺ. ഓ നമുക്ക് ടൈമുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ ടൈമുണ്ട്. King A7. King A6. I am kind of cooked. ഇത് ചെക്ക്മേറ്റ് ആണ്. എനിക്കെന്നെ അറിയില്ല എങ്ങനെ തടുക്കുന്നത്. A4. Bro, don't be such an ass. ഇത് ചെക്ക്മേറ്റ് തന്നെയാണ്. White wins by checkmate. എടാ നോക്കടാ, എത്ര ടൈം ഇവിടെ? 40 സെക്കൻഡ് 4 മിനിറ്റ് കേട്ടോ. ബ്രോ ബ്രില്യൻ്റ് ഉണ്ടോ? ഒരൊക്കെ ഉണ്ടാവും. ബ്രില്യൻ്റ് കണ്ടിരുന്നില്ല. 2 ഗേറ്റൊക്കെ ഉണ്ട്. മതി. എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ റിവ്യൂ. ഇനി നമ്മളാണ് എല്ലാം. മെഷീനാണെന്നും പറയണേക്കണില്ല. എന്താ ഉണ്ടല്ലോ ഫസ്റ്റ് മൂവ് E4 സാധമാര്. ഇത് ഇങ്ങനെയും പറ്റൂലേ? ഇത് നമ്മളൊന്ന് ട്രോഫി ചെയ്യും. കാരണം നമുക്ക് നേരെ മനസ്സിലാവില്ല. പക്ഷേ സാധനം മറ്റേത് ആദ്യം തന്നെ ഫോണിൽ ആദ്യം നിൽക്കണ പകരം നമ്മൾ നെറ്റിന് അത് ഭയങ്കര ഒരു ഇതായിട്ടോ. 2 ഡബിൾ അറ്റാക്ക് ചെയ്ത് തന്നെ എൻ്റെ ബിഷപ്പിനെ എടുക്കാൻ. പക്ഷെ നമ്മൾ എങ്ങനെ ജയിച്ചെന്നില്ല അത്ഭുതം. എന്തൊരു ക്ലോസ്ഡ് പൊസിഷനാണ്. അതൊന്നും നമ്മൾ ഭയങ്കര ബ്രില്യൻ്റായി കളിച്ച് എന്താ ബ്ലണ്ടർ ചെയ്തല്ലോ. നമുക്ക് അവിടെ ഒരു 5 പോയി. നമ്മുടെ ബുക്ക് പോയി. പക്ഷെ അത് ആലോചിച്ചിരുന്നൊരു കാര്യമില്ല വിചാരിച്ചു. നല്ല ടൈം എടുത്തിട്ടോ. കാരണം എനിക്ക് മനസ്സിലായി, എനിക്ക് ടൈം വേണം. ടൈമില്ലാതെ നമ്മൾ ചിന്തിച്ചാലും എത്തരില്ല. പക്ഷെ ഇവന് ഇപ്പോഴും ഭയങ്കര ബ്രില്യൻ്റ് കളിച്ചു. ഞാനും വിചാരിച്ചു ഏതൊരാളാണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഇതിനെടുക്കും. പക്ഷേ ബ്രോ സോ ദിസ് അത്ര പെട്ടെന്ന് അത് നോക്കേ. 8 മിനിറ്റ് എത്ര ഇട്ടിട്ട് ഒന്ന് എത്ര കളിച്ചാൽ നോക്കേ. നമ്മളിപ്പോൾ ഏത് മൂവ് അറിയോ? അയ്യോ കണ്ടോ F4 1.2 സെക്കൻഡ് പറയുമ്പോൾ ചിന്തിച്ചിട്ടില്ല അത്. അത് എനിക്ക് ഭയങ്കര ഇത് മാറി. കണ്ടോ ഇവിടെ ബ്ലണ്ടർ ചെയ്തിട്ടോ. ഇവിടുന്നാണ് നമ്മൾ കയറിയത്. ഐ ജസ്റ്റ് 2 നൈറ്റുകളെ കൊണ്ടാണ് പോയിട്ട് അടിപൊളി. ഇത് കണ്ട് രണ്ടാളും പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്താ ചെയ്യുക? ആബ്സലൂട്ട്ലി ഹെൽപ്ലെസ്. മോനെ ട്രേഡ് ചെയ്ത് എനിക്ക് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു. പക്ഷെ കുഴപ്പമില്ല. നീ എടുത്തോ. ഇപ്പം നമ്മൾ പൊട്ടത്തരം കാട്ടിട്ടോ. ഞാൻ അങ്ങനെ ചെയ്തു. ഓനക്ക് അങ്ങോട്ട് ചെയ്തു. ഞാൻ ഇതാക്കി ഓൻ നീക്കി. ഇനി ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഓനക്ക് ഈ സ്ക്വയറേ ഉള്ളൂ. ഇങ്ങോട്ടും പോവാം, ഈ സ്ക്വയർക്കും പോവാം. അപ്പോൾ ഇതിനെങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് കൊടുന്നാൽ പോരെ. അല്ല ഒന്നുകൂടി കാണിച്ചോട്ടെ. ഞാൻ അങ്ങോട്ട് നീക്കി. ഇത് നോക്കേ, ഈ സ്ക്വയർ ഓൾറെഡി നമുക്ക് പോയി. ഇതിന് ഒന്ന് ഇങ്ങോട്ട് നീക്കി അടുത്ത മൂവിൽ. ഞാനെന്താ വിചാരിച്ചു ഇതും കൂടി ഇതാക്കണ്ടേ, ഇതും കൂടി കൺട്രോൾ ചെയ്യേണ്ട വെച്ചിട്ട് വെറുതെ ഇത് നീക്കി. പക്ഷേ ക്വീൻ ഇങ്ങോട്ട് വന്നാൽ ഈ സ്ക്വയർ മൊത്തം കവർ ചെയ്തില്ലേ. പക്ഷേ ഞാൻ എന്തിനാ വെറുതെ ഡിലേക്ക് ആദ്യം തന്നെ ചെക്ക്മേറ്റ് ആക്കാനും ഞാൻ ചിന്തിച്ചു.